യാത്രാ ദുരിതത്തിലായി തിരുവനന്തപുരം വിളപ്പിൻശാല നിവാസികളും ശാസ്താംപാറ കാണാനെത്തുന്ന സഞ്ചാരികളും. ശാസ്താംപാറ റോഡ് നവീകരണം പൂർത്തിയാക്കാൻ നാട്ടുകാർ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാലിലോട് നിന്നും വിളപ്പിൽശാല ആശുപത്രി ജംഗ്ഷൻ വരെ എത്തുന്ന ശാസ്താംപാറ റോഡ് BMBC നിലവാരത്തിൽ നവീകരിക്കുന്നതിനുള്ള പണികൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം റോഡിന്റെ ടാറിംഗ് ഉൾപ്പെടെയുള്ള പണികൾ പൂർത്തിയാക്കണമെന്നാണ് അധികാരികൾ പറഞ്ഞിരുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ റോഡിന് ഇരുവശങ്ങളും ഇട്ട മെറ്റലുകൾ മുഴുവനായും റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതിനാൽ ഇതുവഴി വാഹനയാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു 5 ദിവസം മുമ്പ് ഒരു മഴ പെയ്തപ്പോൾ ഈ റോഡിൽ ഇതേപോലെ ഇങ്ങനെ ചല്ലികളൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 പേര് വീണു. പ്രതീക്ഷിക്കാതെ ശാസ്താംപാറ ടൂറിസം കേന്ദ്രം കൂടെ ആയതുകൊണ്ട് പ്രതീക്ഷിക്കാതെ വരുന്നവർ ഈ ചല്ലിയിൽ തട്ടി 2 വീലർ മറിഞ്ഞു വീണ അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രദേശവാസികളെല്ലാം കൂടെ തന്നെ അത് അന്ന് വൃത്തിയാക്കി. അപ്പോൾ ഇന്നലത്തെ മഴയിൽ വീണ്ടും അതിനേക്കാൾ മുൻപ് സംഭവിച്ചതിനേക്കാൾ കൂടുതൽ ചല്ലി 1-2 മെറ്റലെല്ലാം കൂടെ റോഡിൽ വന്ന് കിടക്കുകയാണ്. ഇപ്പോൾ ടൂറിസം കേന്ദ്രത്തിലേക്ക് പോകുന്ന ആൾക്കാരെല്ലാം തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. 2 വീലർ പോകാൻ പറ്റൂല, ഈ ചല്ലിയിൽ കയറി വീഴും. റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ ഏജൻസിയെ ജനപ്രതിനിധി സമീപിച്ചപ്പോൾ മഴ കാരണം ഇപ്പോൾ ടാർ ചെയ്യാൻ കഴിയില്ല എന്നാണ് അറിയിച്ചത്. എത്രയും വേഗം റോഡ് നിർമ്മാണം പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.